ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡുമായുള്ള അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഇന്ത്യയുടെ തുടക്കം പാളി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യ 249 റൺസാണ് 9 വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തത്. കഴിഞ്ഞ കളി സെഞ്ചുറി വീരൻ വിരാട് കോഹ്ലി ഉൾപ്പെടെ പരാജയമറിഞ്ഞ മത്സരമായിരുന്നു അത്. ന്യൂസിലൻഡ് നിരയിലെ ഏറ്റവും മികച്ച ഫീൽഡറായ ഗ്ലെൻ ഫിലിപ്സിന്റെ ഒരു വണ്ടർ ക്യാച്ചിലൂടെയാണ് കോഹ്ലി മടങ്ങിയത്. ഈ ക്യാച്ചിനോട് കോഹ്ലിയുടെ ഭാര്യയും ബോളിവുഡ് സുന്ദരിയുമായ അനുഷ്ക ശർമ്മയുടെ പ്രതികരണം വൈറലായി. മത്സരം കാണാൻ അനുഷ്കയും ഗാലറിയിലുണ്ടായിരുന്നു. വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലായിട്ടുള്ള മത്സരം കൂടിയായിരുന്നു അത്. ഏകദിന കരിയറിലെ അദ്ദേഹം 300ാമത്തെ മത്സരമാണ് കളിക്കാൻ ഇറങ്ങിയത്. അന്താരാഷ്ട്ര കരിയറിലെ ഈ നാഴികക്കല്ല് വമ്പൻ ഇന്നിങ്സുമായി കോഹ്ലി ആഘോഷിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. 3ാം ഓവറിൽ തന്നെ കോഹ്ലി ക്രീസിലെത്തിയിരുന്നു. 5ാമത്തെ ബോളിൽ ശുഭ്മാൻ ഗില്ലിനെ മാറ്റ് ഹെൻറി വിക്കറ്റിന് മുന്നിൽ കുരുക്കി. നേരത്തെ ബാറ്റിംഗ് ഇറങ്ങേണ്ടി വന്ന കോഹ്ലിക്ക് ബൗണ്ടറിയോടുകൂടെ തുടങ്ങാൻ സാധിച്ചു. 7ാമത്തെ ഓവറിലെ 4ാമത്തെ പന്തിലാണ് കോഹ്ലി വീണത്. മാറ്റ് ഹെൻറിയാണ് വിക്കറ്റ് സ്വന്തമാക്കിയത്. തൊട്ടു മുമ്പത്തെ ഓവറിൽ നായകൻ രോഹിത് ശർമ്മയെ കൈൽ ജാമിസൺ പവനിലേക്ക് മടക്കി. ഈ ഞെട്ടൽ മാറും മുമ്പാണ് കോഹ്ലിയും വീണത്. വളരെ വൈകിയുള്ളൊരു കട്ട് ഷോട്ടാണ് കോഹ്ലി പരീക്ഷിച്ചത്. പക്ഷേ വലതുവശത്തേക്ക് മുഴുനീള വായുവിൽ പറന്ന് ഗ്ലെൻ ഫിലിപ്സ് ഒരു തകർപ്പൻ ക്യാച്ച് എടുക്കുകയായിരുന്നു. ഇത് കണ്ട് അമ്പരന്ന കോഹ്ലി അല്പനേരം ഷോക്കായി നിന്നത് ആരാധകരെ ഞെട്ടിച്ചു. ഗാലറിയിൽ നിന്നും ഇത് കണ്ട അനുഷ്ക ശർമ്മയും ശരിക്കും ഞെട്ടുകയും ചെയ്തു. വിളറിയ ചിരിയോടുകൂടെ തലയിൽ കൈവച്ചുകൊണ്ടാണ് അനുഷ്ക പ്രകടിപ്പിച്ചത്. സ്റ്റേഡിയത്തിലെ കാണികളും അക്ഷരാർത്ഥത്തിൽ ഷോക്കായി. കാരണം അത്രയ്ക്ക് മനോഹരമായ ക്യാച്ചാണ് ഗ്ലെൻ ഫിലിപ്സ് എടുത്തത്. ആദ്യ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ശ്രേയസ് അയ്യറിൻ്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും KL രാഹുലിൻ്റെയും അക്ഷർ പട്ടേലിൻ്റെയും ഇന്നിങ്സിൻ്റെ ബലത്തിലാണ് 243 റൺസ് എന്ന ഫിഗറിലേക്ക് ഇന്ത്യ എത്തിയത്. അവസാന ഓവറിലെ വിക്കറ്റ് വീഴ്ചകളുണ്ടായിട്ടും ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിങ്സാണ് ഇന്ത്യയെ 240 കടത്തിയതെന്ന് പറയാം. മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടാൻ വേണ്ടി കളിക്കുകയാണെന്നുള്ള ആക്ഷേപങ്ങളും ഒരു വശത്ത് ശക്തമാണ്. കാരണം മത്സരത്തിൽ വിജയിച്ചാൽ ഓസ്ട്രേലിയയാകും ഇന്ത്യ സെമിയിൽ നേരിടേണ്ടി വരിക. മറിച്ച് പരാജയപ്പെട്ടാൽ സൗത്ത് ആഫ്രിക്കയാകും ഇന്ത്യയുടെ എതിരാളികൾ.